എറണാകുളത്ത് 16 വയസ്സുള്ള +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും കൊറിയയും തമ്മിൽ എന്താണ് ബന്ധം? റീസെൻ്റ്ലി നമ്മുടെ എറണാകുളത്ത് നടന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യ, +1 പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യ കേട്ടപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു ചെറിയ സങ്കടം എനിക്കും തോന്നി. പക്ഷെ ഞാനിത് ഇവിടെ പറയാൻ കാരണം ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകം എന്ന് പറയുന്നതാണ്. ഒരു K-pop ഫാൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ അതിലെല്ലാത്തിലുപരി എന്താ പറയുക, ഒരു BTS ആർമി എന്ന നിലയിൽ എനിക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കണമെന്ന് തോന്നി. പ്രതികരിക്കണം എന്നല്ല, ഈ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്ന് തോന്നി. അത് BTS നമ്മുടെ ആർമീസിനോടായാലും നമ്മുടെ പാരൻസിനോടായാലും നമ്മുടെ സമൂഹത്തിനോടായിരുന്നാലും കോമൺ ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഈ K-ഡ്രാമ, തായ് ഡ്രാമ അല്ലെങ്കിൽ BL, GL പോലുള്ള സീരിയലുകളൊക്കെ കാണുന്നവർക്കറിയാം, നമുക്കെല്ലാവർക്കും എത്ര എന്താണ് ക്രേസ് ആണ് എന്നുള്ളത്. അതിലെ സ്റ്റോറീസ് ആയാലും അതുപോലെ തന്നെ മ്യൂസിക് ആയാലും നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐഡൽസിനെ സ്നേഹിക്കുന്നതും അവർ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു അഡ്മിറേഷൻ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, മെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കാൻ പാടില്ല. ഇവിടെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് CR ചെയ്യുന്ന കുട്ടികളുടെ അടുത്താണ്. CR ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടർ അക്കൗണ്ട്സ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്തും ഞാൻ ഒരിക്കലും CRനെതിരല്ല. ഞാൻ CR ചെയ്യല്ല, പക്ഷെ ഞാൻ ഒരിക്കലും CRനെതിരായിട്ടുള്ള ഒരാളല്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം എന്ന് മാത്രമേ ഞാൻ പറയും. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ CR ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഈ മൈനറായിട്ടുള്ള കുട്ടികളൊക്കെ CRലേക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ചെറിയ കുട്ടികൾ വരുന്നേരം അവർക്ക് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഫാൻ ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേൾഡ് ആണെന്നോ അല്ലെങ്കിൽ ഇതിലുള്ളതൊന്നും റിയാലിറ്റി അല്ല എന്നുള്ളതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടോ ഇല്ല, അവര് മെൻ്റലി അതിന് സ്റ്റേബിൾ ആണോ ഇല്ല എന്നുള്ളത് നമ്മൾ എതിർവശത്ത് നിൽക്കുന്ന ആൾ നമ്മളത് മനസ്സിലാക്കണം. ക്യാരക്ടർ അക്കൗണ്ട് ആണെങ്കിലും കൂടെ നമ്മളത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നാളെ പിറ്റേന്ന് ഇതുപോലെ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ ആ കുട്ടികൾ ഇത് റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ കുട്ടി ചെയ്താൽ അത് എന്താ പറയുക, പ്രശ്നം വരിക അപ്പോഴും വരിക അത് BTS ആർമി. എവിടെ നോക്കിയാലും വേറെ എത്ര K-pop ബാൻഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് വന്നാലും ആദ്യം BTSന്റെ പേരും BTS ആർമിന്റെ പേരാണ് വരുന്നത്. അതുകൊണ്ടും കൂടാണ് പറയുന്നത്, നമ്മുടെ ഐഡൽസിനോടായാലും നമ്മുടെ ആ ഒരു ഫാൻറ്റത്തിനോടാണെങ്കിലും നമുക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി, നമുക്കുള്ളൊരു ഇതില്ലേ, അത് നമ്മൾ എന്താക്കുക, വിട്ടുകളയരുത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പം അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അത്യാവശ്യം ഏജ് ആയിട്ടുള്ള കുട്ടികളും ഇതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാവുന്നവർ. അപ്പം അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു കുട്ടിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അങ്ങനെ ഒരു കുട്ടിയുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ആർമീസിനറിയാം, ആർമീസ് ആയിട്ടുള്ള കുട്ടിയൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെ BTSലെത്തി. ഏതൊരു ആർമിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ ഞാൻ അറിയുന്ന ഏതൊരു ആർമിക്കായാലും പറയാനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്ത് എങ്ങനെ ഈ ഫാൻറ്റത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള. അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് പിടിച്ച് നിർത്താം. അങ്ങനത്തെ കുട്ടികളെ നമുക്ക് സമാധാനം, നമുക്ക് അവർക്ക് നമ്മളാ കയ്യിൽ നിന്ന് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. അതിലപ്പുറം എന്താ പറയുക, ഈ CRും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിയൽ ലൈഫായിട്ട് ഒരിക്കലും എന്താക്കിയത് കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ട് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അതെന്താക്കുക, ആ കുട്ടികളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതല്ലാതെ ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ CR അക്കൗണ്ടുകൾ മാത്രമല്ല, CR ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇതിലൊക്കെ എന്താ പറയുക, ഏജ് കുറവായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി ഉണ്ടാവുമ്പം ആ കുട്ടി ഇതുപോലെ ഇതെന്തെങ്കിലും റിയലായിട്ട് വിചാരിക്കുക, എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഒരു ഡിമോഷൻ ഇതുപോലെ ഒരു അബദ്ധം ചെയ്യുകയാണെങ്കിൽ അതെന്താവുക, അത് നമ്മളെയും കൂടെ ബാധിക്കും. അപ്പോൾ അവിടെ BTSനെ അല്ലെ BTS ആരും അതൊന്നും ഉണ്ടാവില്ല. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാണോ, ആ ഗ്രൂപ്പിലുള്ള വ്യക്തികൾ ആരാണോ, അല്ലെങ്കിൽ അതിൻ്റെ ആ കുട്ടീൻ്റെ CRന്റെ ഓപ്പോസിറ്റ് നിന്ന വ്യക്തി ആരാണോ, അതൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. അതുകൊണ്ട് എന്താക്കുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആ കുട്ടികളെ എന്താ പറയുക, അങ്ങനത്തെ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും 18 വയസ്സായ കുട്ടികൾ ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പം എനിക്കിങ്ങനെ പറയാനേ പറ്റൂ, 18 വയസ്സായ കുട്ടികളാണെങ്കിലും ഓക്കെ എന്നുള്ളതിൽ. പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. CR അക്കൗണ്ടൊക്കെ ചെയ്യുന്നവർ ഇത് ജസ്റ്റ് ഫാൻ ഫിക്ഷനാന്നുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക, ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് റിയാലിറ്റി അല്ല എന്നുള്ള അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ എബിലിറ്റി ഉള്ളവരുടെ അടുത്ത് മാത്രം എന്താക്കുക CR അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ നാളെ പിറ്റേന്ന് അതിൻ്റെ പേരിലും വർദ്ധാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതും BTS ആർമി എന്നുള്ള നിലക്ക് വരും.
ഷെയർ ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ ഷെയർ ചെയ്തിട്ട് എന്താ പറയാ ഒരു സന്തോഷം കണ്ടെത്തുന്ന എത്രയോ കുട്ടികളുണ്ടാവും. അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ ഒരു ലെവലിൽ എടുക്കാൻ കഴിയുന്ന ഉറപ്പുള്ളവർ മാത്രം അതിനൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ നാളെ പിറ്റേന്ന് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് അത് എന്താ BTS ആർമി അതേ പറയുന്നുള്ളൂ. ഇന്നലൊക്കെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ വെച്ചാണ് ഞാൻ ഈ ഒരു ന്യൂസ് കേൾക്കുന്നത്, ഈ ഒരു കുട്ടീൻ്റെ. അപ്പോൾ പറയുന്നത്, നീ BTS ആർമി അല്ലേ, നിനക്ക് ഇങ്ങനെ അക്കൗണ്ട് ഇല്ലേ? അതല്ലേ, എനിക്ക് ആകെ ഒരു BTS ഗ്രൂപ്പ് പറ്റേ ഉള്ളൂ, അതും ഫോണിൽ. അത് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യും, ഞാൻ BTS വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നു, BTSൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ സ്റ്റാറ്റസ് ഇതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് എന്നോട് അങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ അവര് കൊറിയയിലുള്ള ഓരോ ഇതല്ലേന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് വന്നത് തന്നെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. അപ്പം ഞാൻ ഗ്രൂപ്പിലൊന്നും പൊതുവേ സംസാരിക്കില്ല. അപ്പം ഞാൻ അതിനെന്താക്കി, ഞാൻ സംസാരിക്കാൻ ആവശ്യമില്ല. പക്ഷെ ഞാൻ കറക്റ്റ് എന്താ സംഗതി എന്നുള്ളത് ഞാൻ എവിടെ ഈ ഒരു ഇതില് ആ കുട്ടീൻ്റെ ലെറ്ററിലോ കാര്യത്തിലോ എവിടെയും BTS ഇല്ല. അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആ കുട്ടീൻ്റെ ഒരു ആ എന്താ പറയുക സൂയിസൈഡ് നോട്ട് എന്ന് പറഞ്ഞ് ഇതുവരെ പുറത്ത് വന്ന എവിടെയും ആ കുട്ടി BTS എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനത്തെ സ്ഥലത്ത് BTSനാണ് പറയുന്നത്. കൊറിയയില് അത്രയും ഫെയിമുള്ള ഒരു എന്താ പറയാ കൊറിയ ലോകത്ത് തന്നെ ഇത്രയും ഫെയിമുള്ള ഒരു ഫാൻ ഉണ്ട്, അല്ലൊരു എന്താ പറയാ ഒരു ബാൻഡ് ഉണ്ട് എന്ന് കരുതി, അവർക്ക് ഇത്രയും വലിയൊരു ഫാൻ ഉണ്ട് എന്ന് കരുതി ഞാൻ എല്ലാം BTSന്റെ തലയിൽ കൊണ്ടിടണം എന്നൊന്നുമില്ല. ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇത് നിന്റെ BTS, ആരെയും ന്യൂസ് കണ്ടാൽ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് നിന്റെ BTS, നീ ആ കാണുന്ന കൊറിയന്റെ അത് ഇതെന്ന് പറ. BTS അല്ല, BTSന്റെ ആർമീസ് അല്ല ഇത്. ഈ കുട്ടിയുടെ ആത്മഹത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ BTSന്റെ ആ കുട്ടീൻ്റെ സൂയിസൈഡ് നോട്ടിൽ എവിടെയോ കൊറിയയിലുള്ള ഏതോ ഒരു ചെക്കൻ, അത് കൊറിയക്കാരനാണോ എന്ന് പോലും ഇപ്പം സംശയമുണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെ ഫോണും കാര്യങ്ങളും ഇതൊക്കെ പരിശോധിച്ചിട്ടേ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒന്നും അറിയാതെ എല്ലാം കൂടെ BTSന്റെ ഇതിലെ കൊണ്ടിടുന്നതിൽ ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ആർമീസിനോടാണ്. നമ്മൾ ആർമി കുട്ടികളായാലും വലിയവരായാലും ഒക്കെ നമ്മൾ ക്യാരക്ടർ അക്കൗണ്ടും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ എന്താ പറയുക ഐഡൽസിന് ദോഷം വരാത്ത രീതിയിൽ എല്ലാം ചെയ്യുക. എന്ത് കാര്യങ്ങളായാലും നമ്മുടെ ഐഡൽസിന് എന്താക്കരുത്, അത് ബാധിക്കരുത്. അതായത് നിങ്ങളെ എന്താ പറയുക, ഞാൻ അത്യാവശ്യം BTS എഡിറ്റ് ചെയ്യുന്നതാ, FF ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അല്ലാത്ത എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ. അതുപോലെ തന്നെ FF ഞാൻ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക അങ്ങനത്തേനൊന്നും ഞാൻ ഒരിക്കലും എതിര് പറയാൻ ഒന്നുമില്ല. CR അക്കൗണ്ടുള്ള ഫ്രണ്ട്സ് എനിക്കും ഉണ്ട്, ആർമി കുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കും ഉണ്ട്. അപ്പം അവരോടാണെങ്കിലും എപ്പോഴും പറയല്, നമ്മുടെ എന്താ പറയുക നമ്മുടെ പരിധിയിൽ വെച്ച് എപ്പോഴും എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോവാത്ത രീതിയിൽ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. എനിക്ക് ആർമീസ് ആയിട്ടുള്ള കുട്ടികളോട് അത്രേ പറയാനുള്ളൂ. നമ്മുടെ ഐഡൽസിന് നമ്മൾ കാരണം നമ്മളുടെ ഐഡൽസിന് എന്താവരുത്, ഒരു പ്രശ്നം വരരുത്. നാളെ ഒരു ചർച്ച ഇതുപോലൊരു ന്യൂസ് വരുമ്പോൾ അതിന് നമ്മൾ കാരണമാവരും. നമ്മൾ ചെയ്തിട്ട് നമ്മളുടെ ഐഡൽസിനെ അതിലേക്ക് വലിച്ചേക്കാത്ത രീതിയിൽ നമുക്ക് CR ആയാലും ബാക്കി എന്ത് കാര്യങ്ങളായാലും നമുക്ക് ചെയ്യാം എന്ന് അഭിപ്രായമുള്ളതാണ്. അപ്പം നമ്മൾ ആർമീസ് കുട്ടികൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ് അക്കൗണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ BTS ആർമി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കുക. നമ്മൾ അറിയാത്ത ആൾക്കാരാണ് എൻ്റെ BTS ആർമി ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജീവിതത്തിൽ കണ്ടവരുണ്ട്, ഏറ്റവും അടുപ്പം തോന്നിയവരെ കണ്ടവരുണ്ട്. അല്ലാതെ കാണാതെ ജസ്റ്റ് ഒരു ഹായ് അങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നവരും ഉണ്ട്. അതൊക്കെ എന്താ പറയുക, നമുക്ക് അവരെ അടുത്തറിയില്ല. അപ്പം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇമോഷണലി അവരായിട്ട് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എല്ലാത്തിനും ഒരു പരിധി വെക്കുക. പിന്നെ കൺഫേം ആയി നമുക്ക് അവർ ജെനുവിൻ ആണ് നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തുറന്ന് പറയാൻ, ഒരു അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിലേക്കപ്പുറം ഇഷ്ടം പോലെ ഫേക്ക് എന്താ പറയുക അക്കൗണ്ടുകളുണ്ട്. അത് എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അനുഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്ന് ആദ്യം തുടക്കത്തിലൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ ഒരു സ്വഭാവവും ക്യാരക്ടറും ഒക്കെ എനിക്കിഷ്ടമായില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറേ ഫോളോവേഴ്സ് ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഫോളോവേഴ്സിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്തുണ്ടാവും, ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എന്താ പറയുക ചിലരൊക്കെ സംസാരിച്ച് വരുമ്പോൾ അവരെ ഒരു ക്യാരക്ടർ എന്തൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക. അവർ എന്താ പറയുക അവിടെ നമ്മൾ BTS ആർമി അല്ലെ എങ്ങനെയാണ് നമുക്ക് ചേരില്ല എന്ന് കണ്ടാൽ അത് അവിടെ കട്ട് ചെയ്യുക. ഇതുപോലത്തെ ഫേക്ക് അക്കൗണ്ടുകളിലും കാര്യങ്ങളിലും ഒന്നും പോയി പെട്ട് ഞാൻ നാളെ പിറ്റേന്ന് ആ കൊച്ച് BTS ആർമി ആയിരുന്നു, ആ കൊച്ച് BTSന്റെ ഇത് കണ്ടിട്ടാണ് ഇങ്ങനെ ആയെന്നുള്ള
രീതിയിൽ, ഒരു വർത്താനം വരാത്ത രീതിയിൽ, അല്ലെ നമ്മുടെ ഐഡൽസിനെ ഒരു ചോദ്യം ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എപ്പോഴും എന്താക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എന്താ പറയുക, ഭാവിയൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ, അതായത് ഒരാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കേണ്ടെന്നല്ല. നമ്മുടെ ഐഡൽസ് നമ്മളെന്താ പഠിപ്പിക്കുന്നത്? സെൽഫ് ലവ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. BTS ആർമിയിൽ നമ്മളൊക്കെ BTS എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ആ ഒരു BTSനെ നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്രയും ആർമീനെ ആകർഷിച്ച ഒരു ഘടകം എന്ന് വെച്ചാൽ അവർ നമ്മളെ സെൽഫ് ലവ് ചെയ്യാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഷുവറായിട്ട് അതാണ്. അത് മാത്രമല്ല, ഇന്നാന്ന് മാത്രമല്ല, എന്താ പറയുക, ഒരു വിധം BTS, ഒരു 90% BTS ആർമിയായിട്ടുള്ള ആൾക്കാർക്കും അതങ്ങനെ തന്നെ ആയിരിക്കും. അവർ നമ്മളെ സെൽഫ് ലവ് ചെയ്യാൻ പഠിപ്പിച്ചു എന്നുള്ള ആ ഒരു കാര്യം. അതായത് എങ്ങനെ നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മളെ എങ്ങനെ സ്നേഹിക്കണം, നമ്മളുടേതായ എന്ന് വെച്ചാൽ സെൽഫിഷ്നെസ് അല്ല കേട്ടോ, ആ ഒരു കാര്യം. അതിപ്പോൾ ഞാൻ വിവരിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതൊരു BTS ആർമിയായിട്ടുള്ള കുട്ടിയാണ്, അല്ലെ ഒരാളാണ് കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BTSന്റെ സെൽഫ് ലവും കാര്യങ്ങളും, അല്ലെ മ്യൂസിക്കിനെ കുറിച്ചോ, അല്ലെ BTS എന്താണ് നമുക്ക് തരുന്ന മെസ്സേജ് എന്നുള്ളതൊന്നും ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ ഒരാൾക്ക് മനസ്സിലാവും. അത് പുറമുള്ളവരോടാണ് ഞാൻ പറയുന്നത്, എന്താണ് BTS നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എന്താ പറയുക, എന്ത് വന്നാലും അത് BTS കാരണം, കൊറിയയായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് BTS ആർമി, അത് അവരുടെ കാരണം, അത് കാരണം അല്ല. അല്ലാതെയും കുറേ ഉണ്ട്. നമ്മുടെ എന്താ പറയാ, ഈ BTS അല്ലെ കൊറിയൻ എന്ന് പറഞ്ഞ് വരുന്നത് പലതും എന്തില്ല, BTSന്റെ ഒന്നല്ല, ഇഷ്ടം പോലെ തായ് ഡ്രാമകളുടെ അല്ലാത്തും BL എന്ന് പറഞ്ഞ ഇതൊരു ലോകമാണ്. ആ ലോകം നിങ്ങൾക്ക് അറിയില്ല. ഈ എന്താ പറയാ, ഈ പുറമെ നിന്ന് കുറ്റപ്പെടുത്തുന്നവരോടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ BTSലുള്ളവരോട്, BTS ആർമീസിനോടോ അല്ല പറയുന്നത്. എന്താ പറയുക, BTS ആ ഒരു ഫാൻഡത്തിലുള്ളവരോടല്ല ഞാൻ പറയുന്നത്. പക്ഷെ പുറമെ നിന്ന് ഇത് കുറ്റപ്പെടുത്തുന്നവരോടാണ് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഫുൾ റീൽസും കാണുന്നവർ മൊത്തം ചൈനക്കാരാണ് അല്ലെ കൊറിയക്കാരാന്ന് പറയുന്നത് പോലെ അല്ല. ശരിക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വേറെയും ഘടകങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അതിലേക്ക് എത്തണം. അല്ലാതെ അതിലെത്താതെ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാർ വന്ന് അത് BTS ആണ്, അത് BTS ഫാൻഡം അല്ലെ ആർമി, അതങ്ങനെയാണെന്ന് പറയരുത്. തായ് ഡ്രാമാസ് ഉണ്ട് ഇഷ്ടം പോലെ. എന്താ GL എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയ പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ബോയ് ലവ്, അതായത് ബോയും ആയിട്ടുള്ള ലവ് സ്റ്റോറീൻ്റെ ഡ്രാമകളുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ട്, ഗേളും ആയിട്ടുള്ള ലവ് സ്റ്റോറികളുടെ ഡ്രാമകളുണ്ടെന്ന്. അതൊക്കെ കാണുന്നവരുണ്ട്. ഞാനും അത്യാവശ്യമൊക്കെ കാണലൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കാണുന്നവരുണ്ട്. അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുന്നുണ്ട്. ഇതൊക്കെ BTSന്റെ എന്താ പറയുക, BTS ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, കുറേക്കാരൊന്നും അല്ല. അതൊക്കെ മിക്കവാറും തായ് ഡ്രാമാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ കുട്ടികൾ, എനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുട്ടികൾ എന്താണ് ഫോണിൽ കാണുന്നത് എന്നുള്ളത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന യൂട്യൂബിൽ അവർക്ക് ഒരു മെയിൽ ID ഉണ്ടാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ പേരൻസിൻ്റെ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരു മെയിൽ ID ഉണ്ടാക്കി കൊടുക്കുക. ആ മെയിൽ ID വെച്ച് അവർക്ക് യൂട്യൂബ് തുറന്നെടുക്കുക. അപ്പോൾ അവർ മൈനർ ആയതുകൊണ്ട് അവർക്ക് വരുന്ന കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ ഫോൺ നമ്മൾ ചെക്ക് ചെയ്യുക. അവരുടെ യൂട്യൂബിൽ എന്ത് വരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരേ ഐഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഹിസ്റ്ററിയിൽ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഇതിലൊക്കെ ചെന്ന് പെട്ടിട്ട് അവർ ഇന്നത്തെ കാലത്തെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെന്ന് പെട്ടതിന് ശേഷം നമ്മൾ അയ്യോ പോയി അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് നമ്മൾ കുട്ടികൾ ചെയ്യുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് എന്താക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരു പരിധി വെക്കണം. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ്ടെന്നോ അവർ ചെയ്യണ്ട ആവണ്ട എന്നൊന്നല്ല. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ പുറത്തുനിന്ന് കൊറിയർ വന്നെന്നോ എന്തോ സമ്മാനങ്ങൾ കിട്ടി, വാച്ചോ എന്തോ കളർ ബോക്സ് ഒക്കെ കിട്ടിയെന്ന് പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ. 16 വയസ്സായ ഒരു കുട്ടിക്ക് പുറത്തുനിന്ന് ഒരു ഗിഫ്റ്റ് വരുമ്പോൾ ഈ വീട്ടുകാർ എന്തുകൊണ്ട് അന്ന് ശ്രദ്ധിച്ചില്ല? ഇത്രയും ഈ ഒരു കുട്ടിയുടെ ഈ ഒരു എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഒരു കുട്ടി എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരലുണ്ടാവില്ലായിരുന്നു. കാരണം പിന്നെ എന്തുകൊണ്ടാണ് കുട്ടി വീട്ടിൽ സംസാരിക്കാൻ തയ്യാറായില്ല? കാരണം ആ വീട്ടിലുള്ള കംഫർട്ട് സോണ് നമ്മൾ നോക്കണം. നമ്മുടെ കുട്ടിക്ക് നമ്മളായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മളോടത് പറയാൻ കുട്ടിക്ക് പറ്റണം.
നമ്മളോട് അത് പറയാൻ പറ്റാത്തപ്പാണ് കുട്ടികൾ എന്താന്ന് പുറമുള്ള ആൾക്കാരെ തേടി പോകുന്നത്. എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, വേറൊന്നും തോന്നിയത്. എന്താ പറയാ, നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് പറയാൻ തോന്നണമെങ്കിൽ നമ്മുടെ പേരൻസും നമ്മളും തമ്മിലൊരു അറ്റാച്ച്മെന്റ് വേണം. ആ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നമ്മളത് പറയില്ല. നമ്മൾ ആ കാര്യങ്ങൾ പുറത്തുള്ളവരുടെ അടുത്താണ് പറയാ. ഷുവറായിട്ട് പറയാം, നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളടുത്ത് പോകില്ല എന്നുള്ള 100% ഉറപ്പാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാനുള്ള സാഹചര്യം വീട്ടിലില്ലെങ്കിൽ, അതാണ് എന്താ പറയാ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അല്ലാതെ എല്ലാം കൂടെ ഒരു സുപ്രഭാതത്തെ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പം അത് BTS ആണ്, അല്ലെ BTS ആർമിയാണ്, അത് K-pop, അത് കൊറിയക്കാരി എന്ന് പറഞ്ഞ എല്ലാം കൂടെ അവരുടെ തലയിലല്ല ഇടേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ കേസിലൊക്കെ ശരിക്ക് നല്ലോണം ഫാൾട്ടുണ്ട്. രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം. ഈ വീട്ടിലൊക്കെ പ്രശ്നമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ കാര്യങ്ങളൊക്കെ കിട്ടാത്ത കുട്ടികൾ ഈ ഒരു ഫിക്ഷൻ വേൾഡിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എന്താ പറയാ, കുട്ടികളുണ്ടാവും, ചിലപ്പം ഭർത്താവ് ഉണ്ടാവും, കാമുകനുണ്ടാവും, ചിലപ്പോൾ സിംഗിൾ പാരന്റ് ആയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. എന്തെന്നാ അതൊക്കെ ഒരു ലോകമാണ്. അത് ഒരു ആഴത്തിലുള്ള ഒരു ലോകം. ആ ഒരു ലോകത്തിലേക്ക് എത്തുന്ന കുട്ടികൾ ചിലപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷെ അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത കുട്ടികളാണ്. ഇത് ഓക്കെ, ഇതൊരു എന്താ ഫിക്ഷൻ മാത്രമാണെന്ന് അംഗീകരിക്കുന്ന കുട്ടികളാകുമ്പോൾ ഓക്കെ, അതിന് ആ ഒരു സമയം കഴിയുമ്പോൾ ആ ക്യാരക്ടർ കഴിയും എന്നുള്ളത് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അതങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിലൊക്കെയാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പം നമ്മുടെ പാരൻസിന്റെ ഭാഗത്തു നിന്ന് എന്താ പറയാ, ഇത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കുട്ടികൾ എന്താവില്ല ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തൂല. എന്താ പറയാ, ഒരു സെലിബ്രിറ്റിന്റെ പേരിൽ, ഒരു സെലിബ്രിറ്റി മരിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്താ പറയാ, കുട്ടി ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കൂല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് കിട്ടേണ്ട സ്നേഹം നമുക്ക് കിട്ടേണ്ടതെന്ന് കിട്ടിയാൽ കുട്ടികൾ വേറെ എവിടെയും സ്നേഹം തേടി പോവില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ 90s അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ വളർന്നതും ആയതൊക്കെ ഒരു 2K കിഡ്, എന്താ പറയാ, ആ ഒരു കാലഘട്ടത്തിലാണ്. 90s ആണെങ്കിലും കൂടെ എനിക്ക് ഒത്തിരി ഇങ്ങനെ ഫ്രണ്ട്സ് ആണേലും കസിൻസ് ആണേലും ഒക്കെ 2Kയിലുള്ളതാണ്. അപ്പം എനിക്കറിയാം ആ ഒരു എന്താ പറയാ കുട്ടികള്. അപ്പോൾ ആ കുട്ടികളുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ അവര് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് എന്താ പറയാ, നമ്മുടെ തലമുറയെക്കാളും കൂടുതൽ എന്താ പറയാ പാരൻസിന്റെ സ്നേഹം കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് ഈ കൊറിയൻ ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് അഡിക്റ്റാന്ന് നിങ്ങൾ ഈ പറയുന്ന കുട്ടികൾ ഒരു പക്ഷേ ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം, അവർക്ക് സിസ്റ്റേഴ്സിന്റെയും പാരൻസിന്റെ ഒക്കെ എന്താണ് ഈ കൊറിയൻ ഡ്രാമാസിലും എന്താ ഉള്ളതെന്ന് പറയാം, സ്നേഹമാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ശരിക്കും പറഞ്ഞാൽ അവരാണ്. അപ്പം ആ കുട്ടികൾ അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതെന്താണ്, ആ കുട്ടികൾ ആ സ്നേഹം നിങ്ങളെ കുട്ടി സത്യം പറഞ്ഞാൽ ഒരു K-pop അല്ലെങ്കിൽ ഇങ്ങനത്തെ BTS ആർമി അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡ്രാമേൻ്റെ ഒക്കെ അഡിക്റ്റ് ആണ് ആ കുട്ടി, സത്യം പറഞ്ഞാൽ ആ കുട്ടി പ്യുവറായിട്ടുള്ള, അതിലൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള ലവ് ആണ്. എന്താ പറയുക, പരസ്പരമുള്ള ആ ഒരു സ്നേഹം, അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു ലവ് ആണ്. അപ്പോൾ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് അവർക്ക് കൊടുത്തവർ, പക്ഷെ അവർ കാണുമായിരിക്കും, ഡ്രാമ കാണുമായിരിക്കും, ഐഡൽസ് ഉണ്ടാവുമായിരിക്കും, ഫാൻസ് ഉണ്ടായിരിക്കും, BTS ആകും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മതി. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു സപ്പോർട്ട്, അവരെ അതുപോലെ ഒരു സ്നേഹമൊക്കെ കൊടുക്കുമ്പോൾ അവർ നിങ്ങളടുത്ത് പറയും. ഇങ്ങനെ എന്തെങ്കിലും അഥവാ ഇനി ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ എനിക്കിങ്ങനെ ഇതുണ്ട് എന്നവർ പറയും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്നുള്ളത് അവർ പറയും. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് അവർ തിരിച്ചു തരും 100%. ഞാൻ മനസ്സിലാക്കിയ കുട്ടികളാകുമ്പം അങ്ങനെയാണ്. അപ്പം അത് കിട്ടാത്ത കുട്ടികളായിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം നമ്മളത് മാക്സിമം കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നേ പറയാനുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പറയാം. നമ്മുടെ പാരൻസ് ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ അവർ പൊട്ടിത്തെറിക്കുകയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ തലമുറയിലെ പാരൻസ് ഒന്നുകൂടെ
നമ്മളെ കേൾക്കാൻ തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താന്ന് വെച്ചാൽ അവർക്കറിയാം, അവർക്ക് അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്, എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പറയുന്നത് ഒന്നുകൂടെ കേൾക്കാൻ തയ്യാറാവും. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് റിലേഷൻ ആയാലും, എന്ത് കാര്യമായാലും, എന്തിനും നിങ്ങൾ ചെന്ന് എന്താ പറയുക, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് തോന്നുകയാണെങ്കിലും, നിങ്ങൾക്ക് എന്ത് തന്നെ വിഷമം ഉണ്ടെങ്കിലും അത് തുറന്ന് പറയാം. അത് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ എടുത്ത് ചെന്ന് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള ഏരിയകളിൽ പറയാം. അല്ലാതെ എടുത്ത് ചാടി ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ എന്താക്കരുത്, ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിന്റെ പേരിലോ ഏതോ ഒരു ഇതിന്റെ പേരിലോ നിങ്ങൾക്ക് കളയാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ്. ജീവിതം ഒരുപാട് ജീവിക്കാനുണ്ട്. ഒരിക്കലും എന്താക്കരുത്, അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത് എന്നല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ജീവിക്കാൻ ഒരുപാടുണ്ട്, നമുക്ക് ജീവിതത്തിൽ നേടാൻ ഒരുപാടുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ അത്രയും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കളഞ്ഞു പോകുന്നത്? ഒന്ന് അവിടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ജീവിതം അവിടെ തീരല്ല. ജീവിതത്തിൽ ഇനിയും എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നേടാനും അല്ലെങ്കിൽ പുതിയത് കണ്ടെത്താനും ഇഷ്ടംപോലെ അവസരമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പം തന്നെ നിങ്ങൾ എന്താക്കരുത്, ഇതുപോലുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തരുത് എന്നാണ് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക, രക്ഷിതാക്കളോടാണ്, മാതാപിതാക്കളോടാണ്. എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കളെ ഏത് തരം കണ്ടന്റാണ് കാണുന്നത്, സോഷ്യൽ മീഡിയയിൽ ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിൽ ഒരു ചെറിയ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. അവർ കാണുന്ന ഡ്രാമകളിലെ ഏജ് റെസ്റ്റൻസ് അത് നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികൾ പെട്ടെന്ന് ഐസൊലേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവരോട് ദേഷ്യപ്പെടാതെ അവരെ ചേർത്ത് പിടിച്ച് സംസാരിക്കുക. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവർക്ക് വീട്ടിൽ തന്നെ ഒരു സേഫ് എന്താ പറയുക സ്പേസ് നൽകുക. അവർ വീട്ടിൽ സേഫാണ്, സെക്യൂർ ആണ്, എനിക്ക് എന്തും എൻ്റെ രക്ഷിതാക്കളോട് പറയാമെന്നുള്ള രീതിയിൽ ഉള്ളൊരു വീട്ടിലെ ഒരു സാഹചര്യം അങ്ങനെ നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ എന്താ പറയുക, കുട്ടിക്ക് സുരക്ഷിതമായൊരു സ്ഥലം, ഏറ്റവും സുരക്ഷിതമായ സ്ഥലം വീടാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു വീട്ടിലെ സാഹചര്യങ്ങൾ അതുപോലെ ആക്കി എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, നമുക്കൊരാളോട്ടുള്ള ആരാധന, അത് K-pop അല്ല, ഏത് ആവട്ടെ, സൂര്യ, വിജയ്, അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഉണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ, അങ്ങനെ ഇഷ്ടംപോലെ അല്ലു അർജുനൊക്കെ തുടങ്ങി ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഉണ്ട്. അവരോട് ആരോടുള്ള ആരാധന ആണെങ്കിലും അത് ഒരിക്കലും ഒരു ടോക്സിക് ലെവലിലേക്ക് മാറരുത്. സ്റ്റേ സേഫ്, സ്റ്റേ അവെയർ. നമ്മളെ പറ്റിക്കാൻ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയൻ്റെ സ്വാധീനം, നമ്മൾ വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. ഇന്നത്തെ കുട്ടികൾ വളരുന്നതേ ഫോണും കൊണ്ടാണ്. അപ്പം നമ്മൾ അതെന്താ പറയുക, നമ്മൾ എപ്പോഴും നമ്മളുടേതായ ഒരു പരിധിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും, ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കി കാത്തു നിൽക്കുന്നൊരു സ്ഥലമാണ് എന്ത്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. അതിലത്തെ ചതിക്കുഴികളൊക്കെ മനസ്സിലാക്കി, അതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മളൊരാളെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കുട്ടിക്ക്. എന്താണ് കാരണം, അത്രയും ഇങ്ങനെ ചതിക്കപ്പെട്ടു, അങ്ങനെ ചതിക്കപ്പെട്ടു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ എന്താ പറയുക, നമ്മൾ പുതിയ തലമുറ എന്ന് വെച്ചാൽ നമ്മളെയും കാട്ടിലും വിവരവും പക്വതയും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യമായിട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു തലമുറ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ ചെയ്ത് എന്നുള്ള ന്യൂസ് ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ ഒരു പൊട്ടത്തരത്തിലേക്ക് നമ്മൾ കുട്ടികളായാലും ആരായാലും എത്തിപ്പെടാത്ത നിൽക്കട്ടെ. എന്താ പറയുക, എല്ലാം വേണം ജീവിതത്തിൽ. നമുക്ക് ഒരു ആരാധന വേണം, നമുക്ക് ഒരു ഐഡൽ വേണം, ഒക്കെ വേണം. നമുക്ക് മോട്ടിവേറ്റ് ആവാനൊക്കെ അവർ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനെല്ലാത്തിനും നമ്മൾ എല്ലാം മനസ്സിലാക്കി പരിധി വെക്കുക. ഇതൊക്കെ മുതലെടുത്ത് ഇതുപോലുള്ള നമ്മുടെ ആരാധനകളും ഫാൻസും കാര്യങ്ങളൊക്കെ മുതലെടുത്ത് നമ്മളെ മുതലാക്കാനുള്ള ചതിക്കുഴികൾ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക എപ്പോഴും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു എന്താ പറയുക, എന്തോ ആവട്ടെ, ഇനിയൊരു എന്തിൻ്റെ പേരിലായാലും ആരുടെ പേരിലായാലും ഇതുപോലുള്ള ഒരു ന്യൂസ് നമ്മുടെ എന്താ പറയുക ചെവിയിലൊന്നും എത്താതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും BTS ആർമി അത് ഫോർ എവർ ആണ്. നമ്മൾ എന്താ പറയുക, നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും BTS എന്നുള്ളതും BTS ആർമി അത് നമ്മളെപ്പോഴും ഫോർ എവർ, BTS ഫോർ എവർ ആണ്. അതെന്താ, അത് നമുക്ക് അവരോടുള്ള സ്നേഹമാണ്, അവർ നമുക്ക് തന്ന പാഠങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്.